ഇന്ന് നമ്മുടെ യാത്ര കേരളത്തിലെ അങ്ങേയറ്റമായ കാസർഗോഡ് ജില്ലയിൽ പാണ്ടിക്കണ്ടം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. സപ്തഭാഷാ സംഗമഭൂമിയായ കേരളത്തിൻ്റെ വടക്കേ അറ്റം, തെയ്യങ്ങളുടെ പേര് കേട്ട നാട്. ഇടതൂർന്ന വാനാന്തരങ്ങൾക്ക് നടുവിലൂടെ പച്ച വരവതാനി വിരിച്ച തലയെടുപ്പോടെ നിൽക്കുന്ന ഫോറസ്റ്റിലെ ഹരിതഭംഗിയാൽ പുളകിതമായ മലച്ചെരുവുകൾക്കിടയിലൂടെ കളകളാരവങ്ങളോടെ ഇടതൂർന്നു നിൽക്കുന്ന കരിങ്കൽ കൂനകളെ തൊട്ടും തലോടിയും ഒഴുകി അകലുന്ന ഒരു കൊച്ചു ഗ്രാമഭംഗിയുടെ പുഴയോരം. പയസ്വിനി പാണ്ടിക്കണ്ടത്തെ മനോഹരമാക്കുന്ന ഒന്ന് തന്നെ. ദൂരെ ഞങ്ങളുടെ നാട് പയസ്വിനി പാണ്ടിക്കണ്ടം. ചക്രവാളത്തിൽ സൂര്യൻ തലയുയർത്തുമ്പോൾ കിളികളുടെ സംഗീതത്താൽ മുഖരിതമാകുന്ന പൊൻപ്രഭാതം സാക്ഷിയാവുന്നു. കാലപ്പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമാം വണ്ണം പാണ്ടിക്കണ്ടം പള്ളിയിലെ വാങ്കുവിളിയും അമ്പലങ്ങളിലെ ശരണമന്ത്രവും പുലർക്കാലത്തെ സുന്ദരമാക്കുന്നതിനോടൊപ്പം നെറുകയിലെ ചന്ദനക്കുറിയും തലയിൽ തുളസിക്കതിരുമായി സ്കൂളിലേക്കുള്ള കുഞ്ഞുങ്ങൾ വഴിയോരങ്ങളോടെ ഭംഗി കൂട്ടുന്ന കാഴ്ചകൾ. ഊറ്റൻ തുമ്പിക്കൈ പോലെയുള്ള പമ്പുസെറ്റുകൾ. പുഴയിലെ വെള്ളം പച്ചപ്പുൽപ്പാടത്തെ തഴുകി ഉണർത്തുന്നു. ഇടനാഴിയിലെ ഇടവഴിയിലൂടെയുള്ള യാത്രയുടെ ദൂരം ഭീമാകരമായ ആനവണ്ടി പഴയ ഓർമ്മകൾക്ക് സുഗന്ധം പകർന്നുകൊണ്ട് ഇന്ന് ഓർമ്മയായി മാറി. തെങ്ങുകൾക്കിടയിലൂടെയുള്ള മന്ദമരുതൻ്റെ തലോടൽ. വിശ്വാസങ്ങൾക്കതീതമായി വിശ്വാസങ്ങളുടെ നാട്. ഏറെ വിശ്വാസത്തോടെ കാണുന്നു കുണ്ടംകുഴിയപ്പൻ്റെ ആറാട്ട്. പാണ്ടിക്കണ്ടം പയസ്വിനി പുഴ സാക്ഷിയാവുന്ന സ്വകാര്യ അഹങ്കാരം. തെയ്യങ്ങളുടെ നാടായ കാസർഗോഡിൻ്റെ മണ്ണിൽ ഏറെ പ്രസിദ്ധമായ പാണ്ടിക്കണ്ടത്തെ ഗുളികനും പരുതാളിയും വിശ്വാസങ്ങളുടെ പ്രതീകമായി ഇന്നും പ്രദേശവാസികൾക്ക് അനുഗ്രഹമാകുന്നു. മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുന്നതിൻ്റെ പ്രതീകമായി പള്ളിയും അറിവിൻ്റെ ആദ്യപടി വായനയിലൂടെ കഥകളും നോവലും ഒളിഞ്ഞിരുന്നു കഥ പറയുന്ന വായനശാലകളും കലാസാംസ്കാരിക പ്രവർത്തനങ്ങളുടെ മികവിൽ പുതിയ താരോദയത്തിൻ്റെ ആദ്യ പടി പോലെ എല്ലാ മേഖലകളിലും ഊർജ്ജസ്വലരായ ക്ലബ്ബ് പ്രവർത്തകരും നാടിന് അലങ്കാരം തന്നെ. ക്ലബ്ബുകളും അനുദിനം വർദ്ധിക്കുന്ന നാട്ടിൽ വോളിബോൾ കളിയെ ഏറെ സ്നേഹിക്കുകയും മിന്നും താരങ്ങളെ വാർത്തെടുക്കുകയും ചെയ്യുന്നതിൽ മുഖ്യ പങ്കുണ്ട് പയസ്വിനി പാണ്ടിക്കണ്ടത്തിന്. മിന്നിത്തിളങ്ങുന്ന സ്മാഷുകളുടെ രാജാവ്. വികസന പാതകളെ വിലയിരുത്താനും നാടിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രവർത്തന പാതയിൽ നിലനിൽക്കുന്ന പാർട്ടി ഓഫീസ്. വാർത്താ പ്രാധാന്യം കൊടുക്കുന്ന നാട്ടറിവ്. നാട്ടുവാർത്തയും വാർത്തയുടെ നാട് എന്ന പ്രാധാന്യം കൂടിയുണ്ട്. വൈകുന്നേരങ്ങളുടെ സായം സന്ധ്യയിൽ സത്യേട്ടൻ്റെ കട. വാർദ്ധക്യങ്ങളുടെ സഹയാത്രികൻ എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ നേരം പോക്കും ഇവിടെ കാണാനുണ്ട്. കാട്ടിനോട് കഥ പറയും പോലെ താഴെത്തുടിയിലെ അന്ത്രുമാൻചാൻ്റെ കടയിൽ നിന്നും വെച്ചു പിടിച്ചാൽ മുകളിലുള്ള അമ്പാച്ചാനെ കണ്ടിട്ടേ മടക്കമുള്ളൂ. ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ചെറുപ്പക്കാർക്കും ഏറെ ഇഷ്ടം വികസനത്തിൻ്റെ പാതയിൽ പൂവണിഞ്ഞ മേൽപ്പാലത്തിൻ്റെ കൈവരികളിൽ പവിയേട്ടൻ്റെ തട്ടുകടയിലെ പഴംപൊരിയുടെ സുഖം. അതൊന്നു വേറെ തന്നെ. കൂടുവിട്ട് കൂടുമാറുന്ന ചെറുപ്പക്കാർക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ വിധം ഓർമ്മകളുടെ നാട് പാണ്ടിക്കണ്ടം.